കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ. പർവ്വതങ്ങളിൽ എത്ര മനോഹരം! ഇതേ തിരുവഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ്ലീഹായും നമ്മെ നോക്കി, സഭയെ നോക്കി പറയുന്നു. സുവാർത്ത ദൂതരായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സകല ജാതിക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും വംശക്കാരും രാജാക്കന്മാരും സമാധാനം എന്തെന്ന് തിരിച്ചറിയുവാൻ, സമാധാനത്തിൻ്റെ പ്രഭുവിനെ, സമാധാനത്തിൻ്റെ ദൈവത്തെ, സമാധാനത്തിൻ്റെ കർത്താവിനെ, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തോട് വിളിച്ചു പറയുവാൻ, തങ്ങൾ പാർക്കുന്ന സ്ഥലങ്ങളിലും ഇടങ്ങളിലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും മറ്റ് സ്റ്റേറ്റുകളിലും ദൈവം അയക്കുന്നിടത്തൊക്കെ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഇടത്തൊക്കെ സുവാർത്ത ദൂതന്മാരായി സഞ്ചരിക്കുവാനുള്ള കൃപ ദൈവം നൽകിയിരിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുക. ആത്മശക്തിയും പ്രാപിച്ച ജനം അതീവ ധൈര്യത്തോടെ, അഭിമാനത്തോടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ ഏകസത്യ ദൈവത്തെ കൊടുത്തില്ല എങ്കിൽ, തിരുവഴുത്തുകളിലൂടെ കേൾപ്പിക്കുന്നില്ല എങ്കിൽ ആർക്കും കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ സാധ്യമല്ല. തിരുവചനം കേൾപ്പിക്കുക, അതാണ് സുവാർത്ത. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകവും പ്രാപിച്ച എല്ലാവരും തന്നെ സുവിശേഷത്തിനായി ദൈവം വിളിച്ച് വേർതിരിച്ച ജനമാണ്. ഈ സുവാർത്തയുമായി സഞ്ചരിച്ചിട്ടില്ലാത്തവർ ദൈവസേനയിൽ തീരുമാനമെടുത്ത് ദൈവമായി, കർത്താവുമായി ഉടമ്പടി ചെയ്ത് സുവിശേഷം പറയാൻ പറ്റുന്ന എല്ലാവരോടും വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.